ചിക്കനാണേ. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. പച്ചമുളക്, വെള്ളുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമേ വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് വഴറ്റാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ കറിയാണേ. ഞാൻ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇന്ന് കുറച്ച് എടുത്ത് വയ്ക്കും. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്കൊരു നല്ല കറി ഉണ്ടാക്കാം. ചെറിയ ഉള്ളി വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക്, വെള്ളുള്ളി, ഒരു സവാള, ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞത് ചേർക്കുകയാണ്. ഇത് വഴറ്റുന്നില്ല. സവാളയൊന്നും വഴറ്റുന്നില്ല കേട്ടോ, കഷ്ണങ്ങൾ അങ്ങനെ തന്നെ ഇട്ടു. ഇതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ചിക്കൻ കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ആവശ്യത്തിന് കറി ഉണ്ടാവും. കുറച്ച് ചിക്കനേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെടണ്ട. നല്ല ഗ്രേവിയൊക്കെ ഉള്ള നല്ലൊരു കറി കിട്ടും. ചെറിയ ഉള്ളി വഴറ്റിയതുകൊണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ നല്ലോണം ചൂടാക്കാം. ചിക്കൻ ചെറിയ റോസ് കളറില്ലേ, അത് മാറുന്നത് വരെ ചിക്കൻ ചൂടാക്കാം. ഇതുണ്ടോ, വെള്ള കളറായി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങാണേ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇടുക. തക്കാളി ഇടുക. ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. രണ്ട് സ്പൂൺ ഇറച്ചി മസാല ചേർക്കാം. ഇറച്ചി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടേക്കണേ. മല്ലിപ്പൊടി ചേർക്കാം. ഇതെല്ലാം നല്ലോണം ഇളക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം.
കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് വേവട്ടെ. ചിക്കൻ പീസ് കുറവാണെങ്കിലും കണ്ടോ കറിയുണ്ട്. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസ് ഒഴിക്കണേ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കുമ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനിയും കൂടെ വെള്ളം വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർക്കാം. ഉണ്ടോ നല്ല കട്ടി ഗ്രേവിയാണ്. ഉണ്ടോ ചിക്കനും വെന്തിട്ടുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള കറി കിട്ടുമല്ലോ. ഇത് കുറച്ചും കൂടെ ലൂസാക്കാം കേട്ടോ കറി വേണമെങ്കിൽ. പക്ഷെ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇത്ര കറി മതി ഇവിടെ, അതുകൊണ്ടാണ്. കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം കേട്ടോ. പിന്നെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും പുതിനയും കൂടെ ഇടാം. അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡിയായി. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടാലോ. ഓക്കെ.